ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് 23 ദിവസം പ്രായമായതാണ്. നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. 3 ഡോസ് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസം ഒരു ഡോസ് കൂടി കൊടുക്കണം. പിന്നെ ഞാൻ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ട് ആര്യവേപ്പിലും പച്ചമഞ്ഞളും അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കി കൊടുക്കണേ. അപ്പോൾ അത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ ടോണിക്കും ഈ പ്രൊലീവ് എന്ന് പറഞ്ഞൊരു ടോണിക്കും ഞാൻ അവർക്ക് ഒഴിച്ച് കൊടുക്കലുണ്ട്. അത് എത്ര എണ്ണത്തിന് എത്ര മില്ലിയാണെന്നൊക്കെ അതുമ്മേ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും അരച്ച കലക്കിയിട്ട് ആ വെള്ളം ആ ടോണിക്കും ഒഴിച്ച വെള്ളമാണ് കൊടുത്തിക്കണത്. പിന്നെ മുരിങ്ങയുടെ ഇല ഇതുപോലെ ഇട്ട് കൊടുക്കലുണ്ട്. ചീര, മുരിങ്ങ അങ്ങനത്തെ ഇലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. എൻ്റെ കോഴിക്കുട്ടികൾക്ക് ഇതുവരെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അസുഖം വരാതെ നോക്കണം കേട്ടോ വേണ്ടത്. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നേക്കാളും നല്ലത് അസുഖം വരാതെ നോക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. വേറെ ഫുഡൊന്നും കൊടുക്കണില്ല. ചിലരൊക്കെ പറയും 20 ദിവസമൊക്കെ കഴിഞ്ഞാൽ വേറെ ഗോതമ്പ് അരിയൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന്. പക്ഷെ ഞാനതൊന്നും ഇട്ട് കൊടുക്കണില്ല. ഞാനൊരു മാസം വരെ സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ളൂ കോഴിത്തീറ്റി കൂടി വേറെ ഉള്ള ഫുഡൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ ഇവരെ 28ാമത്തെ ദിവസം വാക്സിനും കഴിഞ്ഞാൽ ഒരു മാസമായ ഇവരെ സെയിൽ ഉണ്ട് കേട്ടോ. കുറച്ച് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത് ഒരു മാസമായിട്ടുള്ളൂ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കൊത്തുവിടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കലക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ അവർ തമ്മിൽ കൊത്തൂല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിൽ നമ്പർ കൊടുക്കാം. നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓൾ കേരള ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബും ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു.